എല്ലാവരും ആയോ? ജോയിൻ ചെയ്തോ? പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഐസോമോർഫിസം തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ ചോദിക്കാറ്. ഷോ ദാറ്റ് ദ ഗ്രാഫ്സ് ആർ ഐസോമോർഫിക് ഓർ നോട്ട്. നമ്മൾ ഗ്രാഫ് തിയറിയുടെ ഗ്രാഫിന്റെ ഐസോമോർഫിക്കിന്റെ കണ്ടീഷൻസ് ആയ ഡെഫിനിഷൻ 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്നും അതുപോലെ ഗ്രാഫ് ഇൻവേരിയൻസും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ടു ഗ്രാഫ്സ് ആർ ഐസോമോർഫിക് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് തന്നെ ഒരു പ്രോബ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഞാൻ നോട്ട്സ് അയക്കുമ്പോൾ എക്സ്ട്രാ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം നിങ്ങളത് നോട്ട് എഴുതുന്ന കൂട്ടത്തിൽ അത് മനസ്സിലാക്കി എഴുതണം കേട്ടോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാലോ അല്ലേ? Just a second. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്, ജി എന്ന ഗ്രാഫ്. ക്വസ്റ്റ്യൻ ഇതാണ്, ആർ ദ ടു ഗ്രാഫ്സ് ആർ ഐസോമോർഫിക് ഓർ നോട്ട്. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ ഗ്രാഫ് 7 വെർട്ടിസസും അതുപോലെ തന്നെ 8 വേർട്ടിസസും First graph 8 vertices with 10 edges ഉള്ള graph ആണ്. Similarly, we have another graph H which can be drawn. ഈ രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ വെർട്ടിസസിനെയും എഡ്ജസിനെയും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്രാഫ് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിൻ്റെ ഡിഗ്രീസും ഒക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ലേബൽ ചെയ്യുന്നത് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ എച്ച് എന്ന ഗ്രാഫിന് വെർട്ടീസസിന് ABCD എന്ന കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. എഡ്ജസിനെ നമുക്ക് എഡ്ജസ് ഇപ്പോൾ പറഞ്ഞുള്ളത് നമുക്ക് EF, ഈ രണ്ട് വെർട്ടെക്സിന്റെ ഇടയിലുള്ള എഡ്ജസിനെ EF എന്നും ഡിനോട്ട് ചെയ്യാൻ പറ്റും. അല്ല നമുക്ക് E1, E2 എക്സെട്ര
അങ്ങനെയും നെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രാഫ്സ് ഐസോമോർഫിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഗ്രാഫ് ഇൻവേരിയൻസ്, അപ്പം നമ്മളെപ്പോഴും ഗ്രാഫ് ഇൻവേരിയൻസ് എന്നൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കാമോ? ഗ്രാഫ് ഐസോമോർഫിക് ആണോ എന്നൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാമോ? ആദ്യമേ തന്നെ ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് വെർട്ടെക്സും എഡ്ജസും കൗണ്ട് ചെയ്യുക, ദെൻ ഡിഗ്രി കൗണ്ട് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ അതിന് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത അവസ്ഥയുണ്ടോ എന്ന് നോക്കുക. ഇൻസിഡൻസ് റിലേഷൻഷിപ്പിലാണ് ലാസ്റ്റ് നമ്മൾ ഐസോമോർഫിസത്തിൻ്റെ ഗ്രാഫ് ഇൻവേരിയൻസ് റോങ് ആയിട്ട് വരുന്ന കേസസ് കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഗ്രാഫ് നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കും. സോ ഇൻ ദിസ് ഗ്രാഫ് നമ്പർ ഓഫ് വേർട്ടിസസ് വിച്ച് ഇസ് ഈക്വൽ ടു 8. അതുപോലെ തന്നെ എച്ച് എന്ന ഗ്രാഫിലും 8 വെർട്ടെക്സ് ആണ്. യു ക്യാൻ വെരിഫൈ. എഡ്ജസ് വിച്ച് ഇസ് ഈക്വൽ ടു 10. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി വെർട്ടെക്സ് counted with its degree. Degree means the number of edges incident to that vertex. ഇപ്പോൾ ഡിഗ്രി ഓഫ് V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 എന്ന വെർട്ടെക്സിൽ നിന്ന് എത്ര എഡ്ജസ് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര എഡ്ജസ് ഫ്രം V1 അല്ലെങ്കിൽ ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ വരച്ചിട്ടുണ്ട്, എഡ്ജുകളുടെ എണ്ണമാണ് ഡിഗ്രി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവരി വേർട്ടെക്സിന്റെ ഡിഗ്രീസ് ഇവിടെ എഴുതാണ്. Degree of V1 is equal to 2, and similarly സ്ക്രീനിന് കുറച്ച് So all other vertices degrees, degree of V1, degree of V3, 2 വരുന്നത് degree of V1, degree of V3, അതുപോലെ തന്നെ degree of V5, degree of V7. V1, V3, V5, V7 എല്ലാത്തിനും ഇത്രയും വെർട്ടിസസിന്റെ ഡിഗ്രി 2 ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 2 എഡ്ജസ് ആണ് ഈ വെർട്ടിസസിൽ നിന്ന് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പിന്നെ ഡിഗ്രി വരുന്നത് 3 ആണ്. V4, V2, V8 ആൻഡ് V6. സോ ഡിഗ്രി ഓഫ് V2, V4, V6, degree of V8 which is equal to 3. അപ്പോൾ ഇത്രയും എല്ലാ ഈ G എന്ന ഗ്രാഫിലെ എല്ലാ വെർട്ടിസസിന്റെയും ഡിഗ്രി ഡിനോട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് H എന്ന ഗ്രാഫിന്റെ എഴുതുക. സിമിലർലി G എന്ന ഗ്രാഫിലുള്ളത് പോലെ തന്നെ 8 വെർട്ടെക്സും 10 എഡ്ജസ് ആണുള്ളത്. ഡിഗ്രീസ് നമുക്ക് ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രീസും ഇതേ സെയിം പാറ്റേണിലുള്ള തന്നെ ഡിഗ്രീസ് ആണ് കിട്ടുന്നത്. 3ഉം 2ഉം ഡിഗ്രി വരുന്നതാണ് ഇവിടെ ഉള്ളൂ. വേറൊരു ഡിഗ്രിയിലുള്ള ഒരു വെർട്ടെക്സും ഇല്ല. ഇനി നമുക്ക് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ V4 എന്നൊരു വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ V4നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ V4 പോലെ ഒരു വെർട്ടെക്സ് ഇവിടെ ഉണ്ടെങ്കിൽ
നമുക്ക് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ്ഡ് ആണ്. അപ്പോൾ V4ന്റെ ഡിഗ്രി ഇവിടെ 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ D എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 4 ആണ്. അതുപോലെ V4 ഇൻസിഡന്റ് ചെയ്തിട്ട് V4 അഡ്ജസന്റ് ആയിരിക്കുന്നത് V1, V3, V5 ഈ 3 വെർട്ടെക്സ് ആയിട്ടാണ് ഈ V4 എന്ന വെർട്ടെക്സ് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 വെർട്ടിസസിന്റെയും ഡിഗ്രീസ് നോക്കുക. 2, 2, 3 2 ഡിഗ്രീസും ഒരു 3 ഡിഗ്രീസും വരുന്ന വെർട്ടിസസ് ആയിട്ടാണ് V4 അഡ്ജസന്റ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ D എന്ന വെർട്ടെക്സ് അങ്ങനെയാണോ നോക്കാം. നോക്കി കഴിയുമ്പോൾ ഇവിടെ 2, 2, 3 സിമിലർ പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഇവിടെ എഴുതാം V4 incident അല്ലെങ്കിൽ V4 is correspondence to there is a 1 correspond with the vertex D. അങ്ങനെ ഇവിടെ each and every vertex we can see a incidence correspondence relationship. Therefore we can say that G isomorphic H. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ വെർട്ടെക്സും ചെയ്ത് നോക്കണം. each and every vertex 1 correspondence എഴുതണം. ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ കറസ്പോണ്ടൻസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ we can say that it's not isomorphic. Okay, അപ്പോൾ ഐസോമോർഫിസം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. Then move on to next definition. Subgraphs. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മൾ സെറ്റിലെ സബ്സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഡെഫിനിഷൻ ആണ് സബ്ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10 എന്നുള്ള ഒരു സെറ്റിൽ നിന്ന് സബ്സെറ്റ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സെറ്റ് which is equal to this is the elements from the parent set. എന്താണോ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് അതിൽ നിന്നുള്ള എലമെന്റ്സുകളുടെ അതിന്റെ ഓൾ എലമെന്റ്സ്, നൾ എലമെന്റ്സ് ഇതെല്ലാം വരുന്ന എലമെന്റ്സ് വരുന്ന സെറ്റിനെയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. 10 നമ്പേഴ്സിന്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈ കളക്ഷനിൽ നിന്ന് അതിന്റെ തന്നെ മെമ്പേഴ്സ് വെച്ചിട്ട് വീണ്ടും കൺസ്ട്രക്ട് ചെയ്യുന്ന സെറ്റുകളാണ് സബ്സെറ്റ്. സിമിലർലി ഗ്രാഫിൽ നിന്ന് നമ്മൾ അതേ വെർട്ടെക്സും അതേ എഡ്ജസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന പുതിയ ഗ്രാഫ് അല്ല, ആ ഗ്രാഫിന്റെ തന്നെ സബ് ആയിട്ട് നിൽക്കുന്ന ഗ്രാഫിനെയാണ് സബ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എപ്പോഴും എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഗ്രാഫ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഗ്രാഫ് വരയ്ക്കാം. Vertex is named as V1, V2, V3, V4, V5, V6, 6 vertices. അതുപോലെ എഡ്ജസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. A, B, C, D, E, F, G, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, H, I, J. ഇതാണ് ഗ്രാഫ്. 6 വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെയുള്ള വെർട്ടിസസും എഡ്ജസും ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ തന്നെ സബ് ഗ്രാഫ് വരയ്ക്കാം. This is the parent graph and the subgraph is denoted by small letter G, which is also denoted അല്ലെങ്കിൽ അതിന്റെ denotation G, subgraph of G, and the vertex set G എന്ന ഗ്രാഫിന്റെ vertex set VE, we denoted by VE, and the vertex and edge set of subgraph G is denoted by W subset V, F subset E, which is also subset G. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ് സെറ്റുകളും നമ്മുടെ പാരന്റ് ഗ്രാഫിന്റെ സബ്സെറ്റ് ആണ്. എഡ്ജ് സെറ്റും പാരന്റ് ഗ്രാഫിന്റെ തന്നെയുള്ള
പുതിയ ഒരു ഗ്രാഫിനെയാണ് സബ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്, വിച്ച് സ്മോൾ ലെറ്റർ ജി. അപ്പൊ ഞാനിവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഒരുപാട് സബ് ഗ്രാഫുകൾ വരയ്ക്കാം. ഈവൻ ഓരോ വെർട്ടെക്സ് വരെയും അതിന്റെ സബ് ഗ്രാഫ് ആണ്. ദ സെയിം ഗ്രാഫ് ഈസ് ഓൾസോ ഇറ്റ് സബ് ഗ്രാഫ് ആൻഡ് ഈവൻ വെർട്ടിസസ് മാത്രമുള്ള നൾ ഗ്രാഫുകളും ഇതിന്റെ തന്നെ സബ് ഗ്രാഫ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ G1, G2, G3 എന്ന ഒരു 2-3 സബ് ഗ്രാഫ്സ് വരയ്ക്കാം. ഇവിടെ എന്താണോ വെർട്ടെക്സ് തന്നിരിക്കുന്നത് ആ വെർട്ടെക്സിനോട് ഇൻസിഡന്റഡ് ആയിട്ടുള്ള എഡ്ജസും മാത്രമാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് പുതുതായിട്ട് എഡ്ജസുകളോ വെർട്ടിസസുകളെയോ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ V1, V2, V3, V6 and the edges is denoted by B, D, I, J. അല്ലെ, 4 വെർട്ടെക്സ് ഉള്ള 4 edges ഉള്ള ഒരു സബ് ഗ്രാഫ് ആണിത്. ഫ്രം G, ക്യാപിറ്റൽ G and is denoted by small letter G1. അതുപോലെ തന്നെ V4, G2 ഒരു സബ് ഗ്രാഫ് ആണ്. V4 മാത്രമുള്ള ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഒരു സബ് ഗ്രാഫ്. അതുപോലെ V3 to V5, V3 മുതൽ V3 എന്ന വെർട്ടെക്സ് ഉണ്ട്. ആ V3 എന്ന വെർട്ടെക്സിൽ നിന്ന് V5ലേക്ക് ഒരു ഡയറക്റ്റ് എഡ്ജ് ആണുള്ളത് G, വിച്ച് ഇസ് ഓൾസോ എ സബ് ഗ്രാഫ്. അങ്ങനെ നമുക്ക് ഒരുപാട് സബ് ഗ്രാഫ്സ് ഇവിടെ വരയ്ക്കാം അല്ലെ. അപ്പൊ സബ് ഗ്രാഫിന്റെ ഡെഫിനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എ ഗ്രാഫ് G is said to be a subgraph of a graph G if all the vertices and all the edge of G are in G. ഓക്കെ, അപ്പൊ സ്മോൾ ലെറ്റർ G in ക്യാപിറ്റൽ G. ഓക്കെ, ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 ഡെഫിനേഷൻസ് കൂടി പറയാനുണ്ട്. എഡ്ജ് ഡിസ്ജോയിന്റ് സബ് ഗ്രാഫ് ആൻഡ് വെർട്ടെക്സ് ഡിസ്ജോയിന്റ് സബ് ഗ്രാഫ്. എഡ്ജ് ഡിസ്ജോയിന്റ്, വെർട്ടെക്സ് ഡിസ്ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ if we draw 2 or more subgraphs of a graph G, ക്യാപിറ്റൽ ജിയിൽ നിന്ന് 2-2 സബ് ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ the subgraph, if G1 and G2 are subgraph, if G1 and G2 do not have any edges in common, then we can say that G1 and G2 are edge disjoint subgraph. Here, from this example, there is no edges are in common both this 3 subgraph G1, G2, G3. You can check, is there any edge common in between this 3 subgraphs? ഇവിടെ ഏതെങ്കിലും എഡ്ജ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ? G1ലുള്ള J എന്ന എഡ്ജ് B4ലില്ല, G2ലില്ല. ആൻഡ് G2ല് എഡ്ജ് ഇല്ലാത്ത ഒരു നൾ ഗ്രാഫാണ്, വെർട്ടെക്സ് മാത്രമുള്ള ഒരു നൾ ഗ്രാഫാണ്. സോ അത് നമുക്ക് G2നെ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. G1, G3ല് edges are in common ഇല്ല. Therefore we can say that G1 and G3 also G2 are edge disjoint subgraph. Similarly, we can say that vertex disjoint. Is there any vertex are common? Vertex common allade vertex common ആയിട്ടില്ലെങ്കിൽ we can say that vertex disjoint. In the case of G1, G3, there is a vertex in common, V3. V3 എന്ന vertex G1, G3 subgraphil common ആണ്. Therefore, we can say it's not a vertex disjoint. Vertex disjoint ആയിട്ടുള്ള ഒരു subgraphs അല്ല G1, G3, but G1, G2 are vertex disjoint. G1 and G2 are vertex disjoint. Clear ആണോ? നമ്മൾ ഇന്നത്തെ ടോപ്പിക് സബ് ഗ്രാഫ് ആണ്. സബ് ഗ്രാഫ് ഡെഫിനിഷൻ, ദെൻ അതിന്റെ സബ് ഡെഫിനിഷൻസ്, എഡ്ജ് ഡിസ്ജോയിന്റ് ആൻഡ് വെർട്ടെക്സ് ഡിസ്ജോയിന്റ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഡെഫിനിഷൻസ് കഴിഞ്ഞിട്ടാണ് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലാണ് നമുക്ക് തിയറംസും കുറച്ച് പ്രോബ്ലംസ് ഉള്ളത്. അപ്പൊ നമ്മൾ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡെഫിനിഷൻസ് ക്ലിയർ ആയിട്ടിരിക്കണം. നെക്സ്റ്റ് ഡെഫിനിഷൻ, walks, paths and circuits. Okay. Also നമ്മളെപ്പോഴും ഡെഫിനിഷൻസ് പറയുമ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്.
ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ഒരു ഗ്രാഫിൽ ഒരു എക്സാമ്പിളിലൂടെ കാണിക്കണം. ഇറ്റ്സ് എ ഗ്രാഫ്. It's not a simple graph because there is a loop present it. ലൂപ്പോ മൾട്ടിപ്പിൾ പാരലൽ എഡ്ജസോ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് അല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രാഫ്. ഈ വെർട്ടെക്സ് V3, V4, V5 5 വെർട്ടെക്സ് ആണ് ഉള്ളത്. ആൻഡ് ദ എഡ്ജസ് ആർ ഡിനോട്ടഡ് ബൈ A, B, the slope is C, D, E, F, G and H. Graph G1. Here ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്ന ഡെഫിനിഷൻ വോക്ക് ആണ്. വാട്ട് യു മീൻ ബൈ വോക്ക്? ഒരു ഗ്രാഫിൽ ഒരു വോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് സീക്വൻസസ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് and it's connected by edges and edges, connecting to edges and edges, beginning from vertex and ending from another vertex. Okay, here the edges are never repeat again. Once again, walk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് ട്രാവേഴ്സൽ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് സീക്വൻസസ് ഓഫ് വെർട്ടെക്സ് ആൻഡ് എഡ്ജസ് ആണ്. ഇവിടെ ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മളൊരു മറ്റൊരു വെർട്ടെക്സിലേക്ക് ട്രാവേഴ്സൽ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള സീക്വൻസസ് ഓഫ് എഡ്ജസ് ആൻഡ് വെർട്ടിസസിനെയാണ്. അപ്പോൾ നമ്മളൊരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ വെർട്ടിസസുകളും എഡ്ജസുകളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് ഉപയോഗിച്ചത്, ദ ഓൾട്ടർനേറ്റീവ് സീക്വൻസസ് ഓഫ് എഡ്ജസ് ആൻഡ് vertices. For example, from the vertex V1, I just start with V1 and travel. I'm planning to from V1 to V5 ലേക്ക് ഞാൻ ട്രാവൽ ചെയ്യാണ്. ലൈക്ക് ദിസ്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം അല്ലേ? അതായത് ഡയറക്റ്റ് 2 എഡ്ജസ് കടന്നു പോകാം. അതല്ല, പല രീതിയിലുള്ള നമുക്ക് സീക്വൻസസ് ഓഫ് ഓൾട്ടർനേറ്റീവ് എഡ്ജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹിയർ ഐ ട്രാവൽ ലൈക്ക് ദിസ്. V1 A, V1 എന്ന വെർട്ടെക്സിൽ തുടങ്ങി A എന്ന എഡ്ജിനെ ക്രോസ് ചെയ്ത് V2 വന്നു. ദെൻ V2 എന്ന വെർട്ടെക്സിൽ വന്നിട്ട് B എന്ന എഡ്ജിനെ ക്രോസ് ചെയ്ത് V3 എന്ന വെർട്ടെക്സിൽ വന്നു. എന്നിട്ട് ഞാൻ ഈ ലൂപ്പ് ഒന്ന് കറങ്ങി, C എന്ന ലൂപ്പ് ഒന്ന് കറങ്ങി D എന്ന എഡ്ജിലൂടെ V4 വന്നു. എന്നിട്ട് E എന്ന ഈ എഡ്ജിലൂടെ V2 വീണ്ടും വന്നു. ദെൻ Fലൂടെ V5 വന്നു. സോ എൻ്റെ ഓൾട്ടർനേറ്റീവ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് ലൈക്ക് ദിസ്: V1 A, V2 B, V3 C. C എന്ന ലൂപ്പിൽ കറങ്ങിയിട്ട് വീണ്ടും ആ V3 തന്നെയാണല്ലോ വന്ന് നിൽക്കുന്നത്. V3 D, V4 E, V2 F. This is known as a walk. Okay. ഇപ്പൊ ഞാൻ ആ പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്. ഒരു വെർട്ടെക്സിൽ നിന്ന് from beginning from one vertex and ending to another vertex, we travel with some edges and vertices. And here is a condition. The condition is no edge appears more than once. You can check. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഈ വോക്കില് എഡ്ജസ് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എഡ്ജ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ എഴുതിയിരിക്കുന്ന വോക്കില്? ഓഡിബിൾ അല്ലേ? ഇല്ല. സോ ബട്ട് ഹിയർ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് V3 എന്ന വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം, ബട്ട് ദർ ഈസ് no edge appears more than once. So that is the condition. So it is known as walk. അപ്പോൾ നിങ്ങൾക്ക് V1 to V5 അല്ലെങ്കിൽ V1 to any vertex, ഏത് വെർട്ടെക്സിലേക്ക് നമുക്ക് walk കൺസ്ട്രക്ട് ചെയ്യാം. ഇനി walkനെ പറ്റി, walkന്റെ കുറച്ച് ഒന്ന് രണ്ട് other names are train,
or chain, also known as train or chain, and most importantly, closed walk and open walk. അതായത് ഒരു walk starting from one vertex and ending the same vertex, V1-ൽ തുടങ്ങി V1-ൽ തന്നെ വന്ന് നിൽക്കുന്ന walk-നെയാണ് closed walk എന്ന് പറയുന്നത്. So here starting from V1 and travel to V3, then V2, then V1. അല്ലേ? So that walk is written by V1. G എന്ന എഡ്ജ് V3-ൽ വന്നു, B എന്ന എഡ്ജ് V2-ൽ വന്നു, A എന്ന എഡ്ജ് V1. So starting and ending the same vertex, such walk are called closed walk. Similarly, open walk. Open walk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which means that is the otherwise closed walk-ന്റെ otherwise definition ആണ് a walk that is not closed. നമ്മളിപ്പോ വരച്ച ഫസ്റ്റ് എക്സാമ്പിൾ ആണ് a walk that is not closed. Such walks are called open walk. Now very important definition, path. പാത്ത് ഡെഫിനിഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പാത്ത് വെച്ചിട്ടൊക്കെയുള്ള തിയറംസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓർ സിമ്പിൾ പാത്ത്. അതായത് നമ്മളിപ്പോ ഒരു വെർട്ടെക്സിൽ നിന്നൊരു വെർട്ടെക്സിലേക്ക് പോകുന്ന മറ്റൊരു വെർട്ടെക്സിലേക്ക് പോകുന്ന ട്രാവേഴ്സൽ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് സീക്വൻസസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസിനെയാണ് walk എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പൊ ആ walk സെയിം വെർട്ടെക്സിൽ തുടങ്ങി സെയിം ലൈക്ക് എ ലൂപ്പ് സെയിം വെർട്ടെക്സിൽ തന്നെ വരികയാണെങ്കിൽ, അതായത് നമുക്കിപ്പോ നിങ്ങൾ ഇവിടെ കണ്ടറിയാം ഇത് ക്ലോസ്ഡ് ആവാണ് അല്ലെ. ആ walk വന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് പോലെ അങ്ങ് ക്ലോസ് ആവാണ്. സച്ച് walk are called closed walk. അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, ബിഗിനിങ് ആൻഡ് എൻഡിങ് ദ സെയിം വെർട്ടിസസ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്ന ആദ്യം എഴുതിയിരിക്കുന്ന walk V5-ലാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആക്കി എഴുതിയില്ല. V1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V5-ൽ വരുന്ന വെർട്ടിസസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എൻഡ് വെർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള walk-നെയാണ് ഓപ്പൺ walk എന്ന് പറയുന്നത്. എൻഡ് വെർട്ടെക്സ് സെയിം ആയിട്ടുള്ള walk-നെയാണ് ക്ലോസ്ഡ് walk എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഇനി പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ walk-ന്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ആൻഡ് ഓപ്പൺ walk തന്നെയാണ് പാത്ത്. അതുപോലെ ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഓപ്പൺ walk-നെയാണ് പാത്ത് എന്ന് വിളിക്കുന്നത്. ബട്ട് ദിസ് എ കണ്ടീഷൻ വിച്ച് നോ വെർട്ടെക്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. അപ്പോൾ walk ആയിരിക്കാം, പക്ഷെ എന്താവരുത്, വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യരുത്. അപ്പൊ നമുക്ക് walk-ന്റെ എഡ്ജ് അപ്പിയേഴ്സ് റിപ്പീറ്റ് ചെയ്യരുത് എന്നായിരുന്നു കണ്ടീഷൻ. അപ്പൊ ഇവിടെ വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എഡ്ജും റിപ്പീറ്റ് ചെയ്യത്തില്ല. സോ പാത്തിന്റെ ഡെഫിനിഷൻ, ആൻ ഓപ്പൺ walk in which no vertex appears more than once. Such which is called a simple path or path. For example, ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വരയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഒരു walk എഴുതുന്നത് പോലെ തന്നെ, പക്ഷെ അവിടെ എന്ത് പാടില്ല, വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ആൻ ഓപ്പൺ walk അല്ലെങ്കിൽ ഒരു walk ആയിരിക്കും, അല്ലാതെ അവിടെ ഒരു പാത്തിലേക്ക് വരില്ല.
ഫോർ എക്സാമ്പിൾ ഇതൊരു ലൂപ്പാണ് കേട്ടോ, ലൂപ്പും ക്ലോസ്ഡ് ആണ്. The edges are denoted by A, B. നമുക്കിപ്പോ ഒരു from this graph ഞാനിവിടെ ഒരു പാത്ത് എഴുതാം. starting from vertex V1 traveling to A, then reaching V2, traveling to B, then reaching V3, traveling to D, then reaching V4. The walk is B1, A, B2, B, V3, D, V4. This is a simple path. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജും റിപ്പീറ്റ് ചെയ്യില്ല. സച്ച് പാത്ത് ഈസ് നോൺ ആസ് സിമ്പിൾ പാത്ത്. സ്റ്റാർട്ടിങ് ഫ്രം വൺ വെർട്ടെക്സ്, ഇറ്റ്സ് ആൻ ഓപ്പൺ വാക്ക്. ഓപ്പൺ ആണ് അല്ലെ, പാത്ത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതായത് സെയിം ആവരുത്, ക്ലോസ്ഡ് ആവരുത്. ക്ലോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിസസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. എൻഡ് വെർട്ടിസസ് ആർ ഡിസ്റ്റിങ്. V1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു വെർട്ടെക്സിലേക്ക് വരുന്ന പാത്താണ്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിയറിയാം വെർട്ടിസസ് ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എഡ്ജും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം V5, V1 നിന്ന് V5ലേക്ക് V1A, V2G, V5. ഇറ്റ്സ് ഓൾസോ എ സിമ്പിൾ പാത്ത്. ഇനി പാത്തിൽ തന്നെ നമുക്കൊരു ഡെഫിനിഷനോടെ കൂട്ടിച്ചേർക്കാനുള്ളത് ലെങ്ത്. ലെങ്ത് ഓഫ് എ പാത്ത്. The number of edges in a path is called the length of path. പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര എഡ്ജസ്, the number of edges in a path. ആ പാത്തിൽ എത്ര എഡ്ജസ് ഉണ്ടോ ആ എഡ്ജുകളുടെ നമ്പറാണ്, എണ്ണമാണ് പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. This is a path of length 1, 2, 3. ലെങ്ത് 3 ആയിട്ടുള്ള പാത്താണ് ആദ്യത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിളിൽ V1A, എയും ജിയും എന്ന രണ്ട് എഡ്ജസ് മാത്രമേ ഉള്ളൂ. therefore its length 2. ലെങ്ത് 4 ആയിട്ടുള്ള ഒരു പാത്ത് പറയാമോ? ഫ്രം ദിസ് ഗ്രാഫ് ലെങ്ത് 4 ആയിട്ടുള്ള ഒരു പാത്ത് ഒരാൾക്ക് പറയാമോ? V1, V2. V1 to V2 through V3, V4, V5. V1 to V2. അതിനെ നമ്മളിപ്പോ V1, V2, V3, V4, V5 എന്ന് പറയുന്നത് ശരിയാണ്. മ്യൂട്ട് ചെയ്യാമോ? യെസ്. അപ്പൊ നമുക്ക് പാത്തിനെ V1 ഇപ്പോ പറഞ്ഞതുപോലെ V1, V2, V3, V4, V5 എന്ന് പറഞ്ഞല്ലേ, വെർട്ടിസസ് മാത്രമായിട്ട് ആ പാത്ത് പറഞ്ഞു. അപ്പൊ നമുക്കവിടെ നമ്മൾ എപ്പോഴും പാത്തോ വോക്കോ എഴുതുമ്പോൾ അതിൽ എഡ്ജസ് ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതും കൂടി എഴുതാറുണ്ട്. അത് തന്നെയാണ് ഡെഫിനിഷൻ. ഇറ്റ്സ് എ സീക്വൻസസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. അപ്പൊ നമ്മളിവിടെ പറയുമ്പോൾ ഐഡിയ ഓക്കെയാണ്. V1 നിന്ന് V2. ഓക്കെ, സോ നമ്മൾ എഡ്ജസിനെയും കൂടി ഒന്ന് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി പറയണം കേട്ടോ, അപ്പോഴാണ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് V5 വരെ വരുന്ന ഒരു പാത്താണ്. അപ്പൊ നമുക്കിവിടെ നോക്കിയറിയാം അവിടെ 4 എഡ്ജസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. therefore it's a path of length 4. ഓക്കെ, ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഗ്രാഫില് 5 ലെങ്ത് ഉള്ള പാത്ത് ഉണ്ടോ? 5 ലെങ്ത് വരുന്ന ഒരു പാത്ത് നിങ്ങൾക്കുണ്ടോ? 1 വരുന്ന ലെങ്ത് ഉള്ള പാത്ത് ഉണ്ട്. V1 നിന്ന് V2ലേക്ക് A എന്ന ഒരു എഡ്ജ് മാത്രമുള്ള ഒരു പാത്താണ്. 1 ലെങ്ത് ഉള്ളൂ. കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
1 ലെങ്ത് ഉള്ളത് കണ്ടു, 2 ലെങ്ത് ഉള്ളത്, 3 ലെങ്ത് ഉള്ളത്, 4 ലെങ്ത് ഉള്ളത്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ലെങ്ത് 5 വരുന്ന പാത്ത് ഉണ്ടോ? ഉണ്ടോ? ആരും ശ്രദ്ധിക്കുന്നില്ലേ? അതെ അതെ. വീണ്ടും നമ്മളിപ്പോ ഈ V5 ഇപ്പോ പറഞ്ഞതുപോലെ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞതുപോലെ V5 വരെ വന്നു, അത് 5 ലെങ്ത് ആയി. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് 5 ആക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറി പോകണം. അപ്പൊ എന്താകും? അവിടെ V2 എന്ന വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ദാറ്റ് ഇസ് ദ കോൺട്രഡിക്ഷൻ ടു അവർ ഡെഫിനിഷൻ. അപ്പോൾ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്താൽ അത് ജസ്റ്റ് ആൻ ഓപ്പൺ വാക്ക് അല്ലെങ്കിൽ വാക്ക് ആണ്. സോ ഇറ്റ്സ് നോട്ട് എ പാത്ത്. ഇപ്പൊ പാത്തിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. It's a open walk and in which no vertex appears more than once. Okay. അതിന്റെ ഒപ്പം തന്നെ ലെങ്ത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, intermediate vertices. For example, ഞാൻ intermediate vertexന്റെ definition പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, this is a path from V1, V2, V3, V4. V4ലേക്ക് V1ൽ നിന്ന് V4ലേക്കുള്ള ഒരു പാത്താണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഗ്രാഫിന്റെ ഭാഗമാണ്. ഇങ്ങനെയാണ് ആ പാത്ത് വരുന്നത്. V1, V2, V3, V4 വെർട്ടിസസ്, ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് വരുന്നത്. ഇവിടെ ടെർമിനൽ വെർട്ടിസസ്, നമുക്ക് എൻഡും ഇനീഷ്യലും ആയിട്ടുള്ള വെർട്ടിസസുകളെയാണ് ടെർമിനൽ വെർട്ടിസസ് എന്ന് കോമൺ ആയിട്ട് പറയാം. ഇനീഷ്യൽ ആൻഡ് എൻഡ് വെർട്ടിസസ്, അതിന്റെ തുടക്കക്കാരനെയും അവസാനക്കാരനെയുമാണ്. ഇനീഷ്യൽ ആൻഡ് എൻഡ് വെർട്ടിസസ് ആർ ഓൾസോ നോൺ ആസ് ടെർമിനൽ വെർട്ടിസസ്. The degree of terminal vertices are 1. നമുക്ക് നോക്കിയറിയാം, ഈ രണ്ട് വെർട്ടെക്സിന്റെയും ഡിഗ്രി 1 ആണ്. ഈ ഡിഗ്രി 1 ആയി ടെർമിനൽ വെർട്ടിസസ് നിൽക്കുന്ന ഇതിനകത്തുള്ള വെർട്ടെക്സുകളുടെ രണ്ടുപേരുടെയും ഡിഗ്രി 2 ആണ്. അകത്തുള്ള V2, V3 രണ്ട് വെർട്ടെക്സിന്റെ ഡിഗ്രി 2 ആണ്. സോ ദ ടെർമിനൽ വെർട്ടിസസ് ഹാസ് ഡിഗ്രി 1 and the inner vertices has degree 2. From this definition, from this subheading, we have the definition: the intermediate vertices are of degree 2. They are connected by the terminal vertices are of degree 1. Terminal vertices of a path are of degree 1 and the rest of the vertices are of degree 2. And the inner vertex are called intermediate vertex. അപ്പൊ ഒരു രണ്ട് വെർട്ടെക്സ് ഇന്റർമീഡിയറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഒരു പാത്തിനകത്തുള്ളതാണ് പറയുന്നത്. പാത്തിന്റെ സബ്ഹെഡിങ് ആണ്. പാത്തിനകത്തുള്ള അതിന്റെ ടെർമിനൽ വെർട്ടെക്സിന് ഡിഗ്രീസ് 1 ആയിരിക്കണം. അതുപോലെ തന്നെ ടെർമിനൽ വെർട്ടെക്സിന്റെ അകത്ത് വരുന്ന ഈ രണ്ടുപേരുടെയും ഡിഗ്രി 2 ആണെങ്കിൽ നമുക്കതിനെ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് എന്ന് വിളിക്കാം. ഇപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന V1ഉം V4ന്റെയും ഡിഗ്രി ഒന്ന് ചെക്ക് ചെയ്യാം. V1ഉം V4ഉം ഡിഗ്രി 1 അല്ല, അല്ലേ? അപ്പൊ ഉറപ്പായിട്ട് അവിടെ അതിന്റെ അകത്ത് നമുക്ക് ഇന്റർമീഡിയറ്റ് നോക്കാനേ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ മാത്രമാണ് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ഉള്ളൂ. ഇനി ഒരു ക്ലോസ്ഡ് വാക്കിനെ നമ്മൾ ഓൾവേസ് സർക്യൂട്ട് എന്ന് വിളിക്കാറുണ്ട്. ഒരു ക്ലോസ്ഡ് വാക്കിനെ സർക്യൂട്ട് എന്ന് വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള, ജസ്റ്റ് ക്ലോസ്നെസ് കാണിക്കാൻ വേണ്ടി മാത്രം ക്ലോസ്ഡ് ആകുന്ന ഒരു ഗ്രാഫാണ്. അപ്പൊ അത് ലൂപ്പ് ആയിക്കോട്ടെ, രണ്ട് എഡ്ജിന്റെ പാരലൽ എഡ്ജസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? സർക്യൂട്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. നമുക്കൊരു സൈക്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് അത് വരുന്ന ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സർക്യൂട്ട്, ക്ലോസ്ഡ് വാക്കിനെയാണ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്ര ഡെഫിനിഷൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സബ്ഗ്രാഫ്, വാക്ക്, പാത്ത്, സർക്യൂട്ട്. അതിനകത്ത് ലെങ്ത് വന്നിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് വെർട്ടിസസ് വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഫിഗർ ഒക്കെ വരച്ച് മനസ്സിലാക്കണം. ആൻഡ്
one more definitions. Connected graph, disconnected graph, and components. അപ്പോൾ ഒരു ഹോംവർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഗ്രാഫിൽ തന്നെ ഞാൻ സബ് ഗ്രാഫ് വരച്ച ഗ്രാഫിൽ ഹോംവർക്കായിട്ട് write the path from V1 to V5 with the length 1, 2, 1, 3, ഞാനിവിടെ ചെക്ക് ചെയ്യാണ്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ലെങ്ത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. V1 നിന്ന് V5ലേക്ക് ഒരുപാട് പാത്ത്സ് വരയ്ക്കാം. ഈ ലെങ്ത് ഉള്ള പാത്ത്സ് ഉണ്ടോയെന്നൊന്ന് എഴുതിയെടുക്കാം. റൈറ്റ് ദ പാത്ത് ഫ്രം V1 to V5. പാത്ത് ആയിരിക്കണം, ഒരിക്കലും വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യരുത്. ഒന്ന് ചെക്ക് ചെയ്യാം. 1, 1, 3, 4, 5, 6, 7. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് റാൻഡായിട്ടൊന്ന് നോക്കിയിട്ടുള്ളൂ. സൊല്യൂഷൻ ഞാൻ എഴുതിയെടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. ദിസ് ഇസ് ദ ഹോംവർക്ക്. പാത്ത് കണ്ടുപിടിക്കാനുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്, കണക്റ്റഡ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് കമ്പോണൻസ്. ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്, എ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി കണക്റ്റഡ്. ഒരു ഗ്രാഫ് കംപ്ലീറ്റ്ലി ആയിട്ടോ മൊത്തത്തിൽ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ there is at least one path between every pair of vertices. എന്താ പറഞ്ഞത്? എ ഗ്രാഫ് G is connected. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ തിയറംസും ഈ കണക്റ്റഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. എ ഗ്രാഫ് G is connected in which there is at least one path between every pair of vertices. ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും ആ വെർട്ടിസസിനിടയിൽ, ആ രണ്ട് പേർക്കും ഇടയിൽ ഒരു പാത്ത് ഉണ്ടായിരിക്കും. അങ്ങനെ പാത്തുള്ള ഗ്രാഫിനെയാണ് കണക്റ്റഡ് എന്ന് വിളിക്കുന്നത്. ഏതിലെങ്കിലും രണ്ട് വെർട്ടെക്സിന്റെ ഇടയിൽ പാത്ത് ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ഡിസ്കണക്റ്റഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡെഫിനിഷൻ മനസ്സിലായോ? പാത്തിൽ നിന്നാണ് കണക്റ്റഡിലേക്ക് വരുന്നത്. If a graph is said to be connected, every pair of, ഏത് രണ്ട് പെയർ എടുത്താലും, ഒരു പെയർ എന്ന് പറയുമ്പോൾ രണ്ട് വെർട്ടെക്സ് ഉണ്ടാവും. ആ രണ്ട് വെർട്ടെക്സിൽ പാത്ത് ഉണ്ടെങ്കിൽ we can say that the graph is connected. അപ്പൊ എന്താണ് പാത്ത്? പാത്ത് എന്ന് പറയുന്നത് alternative sequences of vertices and edges. Vertex, there is no vertex appears more than once. ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള എഡ്ജുകളുടെയും പാത്തുകളുടെയും വെർട്ടെക്സുകളുടെയും ഒരു സ്ട്രിങ് ആണ്. അവിടെ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആ സ്ട്രിങ് നമ്മൾ എഴുതുമ്പോൾ, ആ ചെയിനിൽ നമ്മൾ എഴുതുമ്പോൾ അവിടെ എന്തുണ്ടാവരുത്? വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യരുത്. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എവറി പെയർ ഓഫ് വെർട്ടിസെക്സ് എന്നാ. അപ്പൊ നമ്മളിവിടെ ഒരു പെയർ എടുത്ത് കഴിയുമ്പോൾ V1 തന്നെ എത്ര പെയർ കിട്ടും അല്ലെ? ആ 7 വെർട്ടെക്സാ ഉള്ളത്. V1, V2, V1, V3, V1, V4, V1, V5, V1, V6, V1, V7, V1, V8 അല്ലേ? V1 തന്നെ കോമ്പിനേഷനാ. ഇനി അടുത്തത് V2 കോമ്പിനേഷൻസ്, V3 കോമ്പിനേഷൻ, V4 കോമ്പിനേഷൻസ്,
അങ്ങനെ നമുക്ക് ഓരോന്നും എടുക്കാം അല്ലെ. അത്രയും പെയർ ഓഫ് വെർട്ടെക്സിന് എന്തുണ്ടാവണം? പാത്ത് ഉണ്ടാവണം. അപ്പൊ V1 V2 നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാത്ത് കാണാം. ഒറ്റ എഡ്ജ് ലെങ്ത് 1 ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. V1 V3 ഇങ്ങനെ ഒരു പാത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്ത് ലെങ്ത് 2 ആയിട്ടുള്ളത് അല്ലെ. V1 V4 ഡയറക്റ്റ് ഒരു പാത്ത് ഉണ്ട്. V1 V5 ഇങ്ങനെ ഒരു പാത്ത്. V1 V6 നമുക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല. എങ്ങനെ വരണം? ഇങ്ങനെ V6ലേക്ക്. അതുപോലെ V7, അതുപോലെ തന്നെ V8. നമുക്ക് V1ന്റെ എല്ലാ പെയറും കിട്ടി. ഇനി എന്റെ ചോദ്യം, നമുക്കിതുപോലെ അങ്ങനെ എല്ലാ പെയർസും കിട്ടണം. V7ഉം V8ലേക്കും പാത്തുണ്ടോ? ഒരു പെയർ ഓഫ് വെർട്ടെക്സ് ആണ്, പാത്തുണ്ടോ? Is there any path in between V7 and V8? പാത്തുണ്ടോ? Yes, ma'am. പാത്തുണ്ട്. അപ്പൊ ചിലർ പെട്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കാണാത്തത് കൊണ്ട് പാത്തില്ല എന്ന് പറയൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ല ആരും. അപ്പോ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ 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 വന്ന് പാത്ത് വരയ്ക്കാം അല്ലെ. ആ പാത്തിനെ നമുക്കൊന്ന് വേറൊരു കളറിൽ കാണിച്ചു വെക്കാം. പാത്തില്ല എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് ഞാൻ കേൾക്കാറുള്ളത്. അങ്ങനെ പാത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈച്ച് ആൻഡ് എവറി പെയർ ഓഫ് വെർട്ടിസസ് കൺസിസ്റ്റ് എ പാത്ത്. ഒരു സിമ്പിൾ പാത്ത് നമുക്കുണ്ട്. Therefore, this graph G is said to be connected. Very important definition. Connected. Connectedness നമുക്കൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇനി കണക്റ്റഡ് അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഡിസ്കണക്റ്റഡ് അല്ലേ. ആ ഡെഫിനിഷനൊപ്പം പറയാം. ഡിസ്കണക്റ്റഡും കമ്പോണന്റും കൂടി നമുക്ക് ഇതിൽ പറഞ്ഞു പോകാനുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു പെയറിൽ പാത്തില്ലെങ്കിൽ നമുക്ക് അവിടെ അത് ഡിസ്കണക്റ്റഡ് ആണെന്ന് പറയാം. ഇവിടെ നമ്മുടെ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് ആ ഗ്രാഫിൽ നമുക്ക് എക്സാമ്പിൾ കാണിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ കണക്റ്റഡ് ഗ്രാഫ്. ഹിയർ എ ഗ്രാഫ് this is a graph G2. Here നമുക്കിപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ആയിട്ട് ഇങ്ങനെ വെർട്ടെക്സ് നിൽക്കുന്നുണ്ടല്ലേ. നമുക്ക് വെർട്ടെക്സിന് പേര് കൊടുക്കാം. V1 V2 V3 V4 V5 V6 V7 V8 V9. 9 വെർട്ടെക്സ് ഉണ്ട്. ഇവിടെ 9 അല്ല 10 വെർട്ടെക്സ് ഉണ്ട്. V10ൽ നിന്ന് V6ലേക്ക്, അല്ലെങ്കിൽ V10 അവിടെ അങ്ങനെ സിംഗിൾട്ടൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു എന്തുണ്ടാവില്ല, ഒരു പാത്ത് അവിടെ വരയ്ക്കാൻ പറ്റില്ല. അതല്ല, ഇനി V10 എന്നുള്ള ഒരു വെർട്ടെക്സ് അവിടെ ഇല്ല. ഗ്രാഫ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ കൂടി ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. കാരണം V6 എന്ന വെർട്ടെക്സിലേക്ക് നമുക്ക് V1ൽ നിന്നോ V4ൽ നിന്നോ V9 to V6 എഡ്ജസ് ഉണ്ട്, V7 to V6 എഡ്ജ് ഉണ്ട്, V8 to V6 എഡ്ജ് ഉണ്ട്. ബട്ട് V1ൽ നിന്നോ V4 V5 V3 V2 ഒന്നിൽ നിന്നോ ഒരു പാത്ത് നമുക്ക് V6ലേക്ക് പാത്തസ് ഇല്ല. There is no path to V6 from V1 V4 V5 V2 V3. ഇത്രയും വെർട്ടിസസിൽ നിന്ന് V6ലേക്ക് ഒരു പാത്ത് നമുക്കില്ല. Therefore, we can say that G2 is disconnected. And ഈ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതൊരു G2 എന്ന ഗ്രാഫിലെ ഫുൾ വെർട്ടെക്സ് സെറ്റ് ആണ് കേട്ടോ ഇത്. G2 രണ്ട് ഗ്രാഫ് അല്ല, V1 മുതൽ V9 വരെയുള്ളത് G2 എന്ന സെയിം ഗ്രാഫാണ്. പക്ഷെ അവിടെ എന്തല്ല, ഒരു കണക്റ്റഡ്നെസ് വന്നിട്ടില്ല എന്നുള്ളൂ. സെയിം ഗ്രാഫാണ്. ബട്ട് ഹിയർ ആർ ടു കമ്പോണൻസ്. ഞാൻ ഇതിന് C1 C2 എന്ന് പേര് കൊടുക്കാം. ഈ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. ഹിയർ there is two components C1 and
G2 are components of a disconnected graph G2. Okay. That is the definition: connected, disconnected, and components. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്നിപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനിഷൻസ് കറക്റ്റായിട്ട് അതിൻ്റെ ഫിഗറൊക്കെ വരച്ച് എഴുതിയെടുക്കാൻ ഞാൻ നോട്ട് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അറ്റൻഡൻസ് എടുത്തിട്ട്